സൈബർ കോൺട്രിയയെ സംബന്ധിക്കുന്ന പ്രാഥമിക അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയുള്ള ചില ആളുകളാണ് ഇങ്ങനെ ഇന്റർനെറ്റ് കൂടുതലായി പരതുന്നത് എന്നായിരുന്നു. വലിയ ഉറപ്പൊന്നുമില്ലാത്തവർ കൂടുതൽ ഉറപ്പിലേക്കായി കൂടുതൽ ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നു. അതവരെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒരുപക്ഷെ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. ചാറ്റ് ജിപിടിക്ക് പോലും ഈ ഒരു വാക്കിനെ കുറിച്ച് വ്യക്തമായ ഉത്തരങ്ങളില്ല എന്നതാണ് സത്യം. ഇനി ഏതാണ് ആ വാക്ക്? ഇഡിയറ്റ് സിൻഡ്രോം എന്നതാണ് ആ വാക്ക്. എന്താണ് ഈ വാക്കുകളുടെ പ്രത്യേകത? ഇനിയും രസകരമായ മറ്റൊരു കാര്യം എന്താണ്, ഈ ഇഡിയറ്റ് സിൻഡ്രോം എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കും ഈ സിൻഡ്രോം ഉണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ എന്താണ് ഈ ഇഡിയറ്റ് സിൻഡ്രോം? ഇന്റർനെറ്റ് എന്നത് അപാരമായ സാധ്യതകളുള്ള ഒന്നാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ പഠിക്കുവാൻ വേണ്ടിയാണെങ്കിൽ പോലും ഗ്രന്ഥശാലകൾ തോറും കയറി ഇറങ്ങി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തപ്പിയെടുത്ത് വായിച്ചു പഠിക്കണം. അന്ന് ഇൻ്റർനെറ്റ് എന്നൊക്കെ കേട്ടിട്ട് പോലുമില്ല. കാലങ്ങൾ കടന്നുപോയി. ഇന്ന് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ജീവിതമില്ല എന്ന അവസ്ഥയാണ്. വിവരങ്ങൾ അറിയുക എന്ന കാര്യത്തിൽ തന്നെ ഇൻ്റർനെറ്റ് ഉണ്ടാക്കിയ വിപ്ലവം സങ്കല്പങ്ങൾക്കും അപ്പുറമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. നിങ്ങളുടെ വിരൽ തുമ്പിലാണ് എല്ലാം. നമ്മളിപ്പോൾ കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഇൻ്റർനെറ്റിൻ്റെ അപാര സാധ്യതകളിൽ ചിലത് മാത്രമാണ്. ആരോഗ്യരംഗത്തും ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ആരോഗ്യരംഗത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് തന്നെ വേണം പറയുവാൻ. ഓരോരോ അസുഖങ്ങൾക്കും ചികിത്സകൾക്കും മരുന്നിനുമായി ഇന്ന് ഗൂഗിളിൽ തിരയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പക്ഷേ തിരിച്ചടിച്ചേക്കാം. ഈ ഒരു തിരിച്ചടി നമ്മളെ സ്വാഭാവികമായും നയിച്ചേക്കാവുന്ന ഒരു അവസ്ഥാവിശേഷത്തെയാണ് നമ്മൾ ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇഡിയറ്റ് എന്നത് ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെന്റ് എന്നാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ വിരൽ തുമ്പിൽ ലഭിക്കുന്ന വൈദ്യശാസ്ത്രപരമായ അറിവുകൾ ഉചിതമായ വൈദ്യപരിചരണത്തിന് വിഘാതമാകുന്നു അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ജേർണൽ ക്യൂരിയസ് ഇതിനെപ്പറ്റി വളരെ വിശദമായ ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഒരാൾ സ്വന്തമായി മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, സ്വയം ചികിത്സിക്കുന്നു, പിന്നീട് പെട്ടെന്ന് തന്നെ അത് നിർത്തുന്നു. സ്വാഭാവികമായും അത് ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെന്റ് എന്ന അവസ്ഥാവിശേഷത്തിലേക്ക് നീങ്ങുന്നു. ഇത് പ്രകൃത്യാ തന്നെ ആൻസൈറ്റി അഥവാ ഉത്കണ്ഠയിലേക്ക് രോഗികളെ കൊണ്ടെത്തിക്കുന്നു. ചുരുക്കത്തിൽ ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെന്റ് ഉണ്ടാകുന്നത് രോഗികൾ ഇന്റർനെറ്റിലെ മെഡിക്കൽ ഇൻഫർമേഷനെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് പൊടുന്നനെ ചികിത്സ സ്വയം നിർത്തുമ്പോഴാണ്. ജയദേവ ഹോസ്പിറ്റലിലെ ഡോക്ടർ CN മഞ്ജുനാഥ് പറയുന്നത് ഡോക്ടർമാർ അവരുടെ ടെക്നിക്കൽ അതുപോലെ പ്രൊഫഷണൽ കഴിവുകളേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വൈദഗ്ധ്യങ്ങൾ ആർജിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ്. ഡോക്ടർമാർ സ്ട്രെസ്സും മറ്റും കൊണ്ട് കൂടുതൽ സിക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. രോഗികൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന വിവരങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകാതെ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളുടെ സേവനം തേടണം. ഈ ഡിജിറ്റൽ യുഗം സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ഡിവൈസുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രാപ്യമാണെന്ന് ഇരിക്കെ ഇഡിയറ്റ് എന്ന ഈ അവസ്ഥാവിശേഷം സ്ഫോടനാത്മകമായ രീതിയിൽ വളർന്നിരിക്കുന്നു. പൊതുജനാരോഗ്യ രംഗത്തെ റെസ്പോൺസ് കുറയ്ക്കുകയും അത് ആരോഗ്യ പരിപാലകരെ സംശയദൃഷ്ടിയിൽ നിർത്തുകയും അവരുടെ വിശ്വാസ്യത തകർക്കുകയും ചെയ്യപ്പെടുന്നു. ഇതോടെയാണ് സൈബർ കോൺട്രിയ എന്ന ഒരു പുതിയ വാക്ക് തന്നെ എമർജ് ചെയ്തു വന്നിട്ടുള്ളത്. ഈ വാക്ക് ഹൈപ്പോകോൺട്രിയ എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. സൈബർ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനെ എല്ലാം നമുക്ക് സൈബർ എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഹൈപ്പോകോൺട്രിയ എന്നത് ഒരു പ്രത്യേക അസുഖം തനിക്കുണ്ടാകുമോ എന്ന് ഒരാൾ അനാവശ്യമായും അകാരണമായും അമിതമായും ചിന്തിച്ചുകൂട്ടി അങ്ങനെ ധരിക്കുന്ന ഒരു ഡിസോർഡർ ആണ്. അപ്പോൾ സൈബർ കോൺട്രിയ എന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഫോബിയ ആണ്. ഈ സൈബർ കോൺട്രിയയുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ് എന്ന് വെച്ചാൽ, ഒരു ഗുരുതരമായ അസുഖം തനിക്കുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്നാൽ അതിൽ അയാൾക്ക് കാര്യമായ ഉറപ്പൊന്നുമില്ല. എന്നാൽ ഇവർക്ക് അസുഖ സംബന്ധമായ പ്രത്യേക സിംറ്റംസ് ഒന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ചില ഇമാഡ് സിംറ്റംസ് അവർ കാണിക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് ഈ ഇമാഡ് സിംറ്റംസ്? EMADS അതാണ് ഇമാഡ്സ്. എന്നാൽ എക്സസീവ് ടൈം സ്പെൻഡ് ഓൺലൈൻ ലുക്കിംഗ് ഫോർ ഇൻഫർമേഷൻ, ഓൺലൈനിൽ വിവരങ്ങൾ തിരയുന്നതിനെടുക്കുന്ന അമിതമായ സമയം. മിസ്ട്രസ്റ്റ് ഓഫ് മെഡിക്കൽ എക്സ്പേർട്സ് ഹൂസ് ഒപ്പീനിയൻ കുഡ് ബി സോട്ട് ഇൻ പേഴ്സൺ, ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നതിലുള്ള അവിശ്വാസം. an undesired and compulsive search for knowledge, അറിയുവാനുള്ള അഭികാമ്യമല്ലാത്ത നിർബന്ധപൂർവമായ തെരച്ചിൽ.
distress brought on by the search behavior such as anxiety and panic. ഈ തിരയുന്ന സ്വഭാവം ഉളവാക്കുന്ന ഉത്കണ്ഠയും ഭീതിയും. യെസ്, ലുക്കിംഗ് ഫോർ അഷുറൻസ് ഫ്രം എ റിലയബിൾ സോഴ്സ് ഓർ പേഴ്സൺ. ഒരു വിശ്വസനീയമായ കേന്ദ്രത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഒരു ഉറപ്പിനായി തിരയുന്ന രീതി. ഈ സ്വഭാവ സവിശേഷതകൾ ഒരാൾക്ക് സൈബർ കോൺട്രിയ ഉണ്ട് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇൻ്റർനെറ്റിൽ എല്ലാത്തരം വിവരങ്ങളും ലഭ്യമാണ്. ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ വിവരങ്ങൾ കാണിക്കുന്ന ഒട്ടേറെ വെബ്സൈറ്റുകളുണ്ട്. എന്നാൽ റേറ്റിങ്ങിനോ സ്പോൺസർമാർക്കായോ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനോ ഒക്കെയായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ കാണിക്കുന്ന ഒട്ടേറെ വെബ്സൈറ്റുകൾ ധാരാളം ഉണ്ട്. ഇത്തരം വെബ്സൈറ്റുകൾ തീർച്ചയായും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. സൈബർ കോൺട്രിയയെ സംബന്ധിക്കുന്ന പ്രാഥമിക അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയുള്ള ചില ആളുകളാണ് ഇങ്ങനെ ഇൻ്റർനെറ്റ് കൂടുതലായി പരതുന്നത് എന്നായിരുന്നു. വലിയ ഉറപ്പൊന്നുമില്ലാത്തവർ കൂടുതൽ ഉറപ്പിലേക്കായി കൂടുതൽ ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുന്നു. അതവരെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. എന്താണ് ഇഡിയറ്റ് സിൻഡ്രോം പരിഹാരങ്ങൾ? വ്യാപകമായ രീതിയിലുള്ള ബോധവൽക്കരണമാണ് ഇതിന് ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഓൺലൈൻ ഡയഗ്നോസിസ് അതുപോലെ രോഗചികിത്സ രണ്ടിനെയും കാണേണ്ടത്? രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും എല്ലാം രോഗത്തെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചുമുള്ള എല്ലാ പ്രതീക്ഷകളും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് കൂടിയിട്ടുണ്ട്. ഇത് ഡോക്ടർമാരെയും മറ്റു ബന്ധപ്പെട്ട സ്റ്റാഫിനെയും എല്ലാം അവരുടെ മുകളിൽ അമിതഭാരം വെച്ച പോലെ ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് വ്യക്തികൾ സ്വന്തം നിലയ്ക്ക് ഇൻ്റർനെറ്റ് പരിധി സ്വയം ചികിത്സ ആരംഭിക്കുന്ന രീതി മാറ്റിയിട്ട് ഒരു ആവശ്യം വരുമ്പോൾ ഡോക്ടറെ കാണുവാൻ തയ്യാറാക്കണം. ഇഡിയറ്റ് സിൻഡ്രോമിന് അതുമാത്രമേ ഒരു പരിഹാരമുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.